കവളങ്ങാട് പഞ്ചായത്തിൽ 2.5 വർഷത്തെ LDF ഭരണത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത്. LDFന് വീണ്ടും ഭരണം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം UDF നിറവേറ്റിയില്ലെന്നും അഴിമതിയും തമ്മിലടിയും മൂലമാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടതെന്നും ഷിബു പടപ്പറമ്പത്ത് പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ശക്തമായ ഇടപെടൽ നടത്താൻ LDFന് കഴിഞ്ഞു. പഞ്ചായത്ത് ഓഫീസ് അഴിമതി മുക്തമാക്കാൻ കഴിഞ്ഞതാണ് പ്രധാന നേട്ടം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിരവധി പദ്ധതികൾ നടപ്പാക്കി. ചില പദ്ധതികൾ വൈകാതെ നടപ്പാക്കാൻ കഴിയും. കുടിവെള്ളക്ഷാമവും വന്യജീവി ശല്യവുമെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പാക്കി. വിവിധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെയും MLAയുടെയും പിന്തുണയും ഉറപ്പാക്കി. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളുടെ പ്രയോജനവും പഞ്ചായത്തിന് ലഭിച്ചു. ഈ പഞ്ചായത്ത് ഓഫീസിനെ അഴിമതി വിമുക്തമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാനും പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് സമയബന്ധിതമായി നടപ്പിലാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നേര്യമംഗലത്തെ ജനങ്ങളുടെ നിരന്തര ആവശ്യമായിരുന്ന ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അതിൻ്റെ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നേര്യമംഗലത്ത് നടന്നു വരുന്നു. അതുപോലെ തന്നെ അലങ്കോലപ്പെട്ട് കിടന്ന നേര്യമംഗലം ബസ് സ്റ്റാൻഡ് അത് നമുക്ക് നവീകരിച്ച് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൻ്റെ ആവശ്യമായ ഒരു പൊതു ക്രെമിറ്റോറിയം, നേര്യമംഗലത്തെ ശ്മശാനത്തോടനുബന്ധിച്ചുള്ള ക്രെമിറ്റോറിയം ആരംഭിക്കുന്നതിനുള്ള ആ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ചില സാങ്കേതിക അനുമതി കിട്ടിയാൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയും. അങ്ങനെ നിരവധിയായ പദ്ധതികൾ ഇപ്പോൾ പഞ്ചായത്തിനെ ആകമാനം തെരുവുവിളക്ക് സ്ഥാപിക്കുന്ന പദ്ധതി അതിപ്പോൾ 3 വാർഡിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാ വാർഡിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ മുഴുവൻ റോഡുകളും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കോതമംഗലം MLAയുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ വലിയ പ്രാധാന്യമാണ്. അവിടെയെല്ലാം വന്യജീവി ശല്യം രൂക്ഷമാണ്. അപ്പോൾ നീണ്ടപാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫെൻസിംഗ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MLAയുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെയാണ് ഭരണമേൽപ്പിച്ചത്. എന്നാൽ അഴിമതിയും തമ്മിലടിയും മൂലമാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത്. വീണ്ടും ഒരു അവസരം ജനങ്ങൾ UDFന് നൽകില്ലെന്നും ഷിബു പടപ്പറമ്പത്ത് പറഞ്ഞു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കവളങ്ങാട് പഞ്ചായത്തിൽ ഇക്കുറി ഇടതുപക്ഷം ഭരണം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ ഈ പഞ്ചായത്തിൽ UDFന് അധികാരം നൽകിയതാണ് ജനങ്ങൾ. എന്നാൽ UDFലെ പടലപ്പഴക്കവും അതുപോലെ തന്നെ അഴിമതിയും കൊണ്ട് 2.5 വർഷക്കാലം കഴിഞ്ഞതോടുകൂടി അവർ തല്ലി പിരിക്കുകയാണ്. അങ്ങനെയാണ് UDFന് ഭരണം ഈ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ടത്. തുടർന്ന് LDF പിന്തുണയോടുകൂടിയിട്ടാണ് ഇവിടെ ഭരണം തുടർന്നത്. GTV ന്യൂസ്, കവളങ്ങാട്.